ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാസൂസ് വേൾഡ്. നാസൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടെറസിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ നമ്മൾ ടെറസിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ കുറേ പൂക്കളും മുട്ടകളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതിയിട്ട് ആണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ഈ ഫസ്റ്റ് വെറൈറ്റി കാണിക്കുന്നത് ലില്ലിപ്പുട്ട് എന്ന വെറൈറ്റിയാണ്. ലില്ലിപ്പുട്ട് ഒരുപാട് പൂക്കൾ കിട്ടിയൊരു വെറൈറ്റിയാണ്, പുതിയ വെറൈറ്റിയാണ്. ഈ പൂ ഇപ്പോൾ ഒരു 4-5 ദിവസമൊക്കെ ആയിട്ടുള്ള ഫ്ലവറാണ്. ഇപ്പോൾ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പെറ്റൽസൊക്കെ. ഇത് വിടർന്നിട്ടില്ല, നല്ലതായിട്ട് വിടർന്നിട്ടില്ല. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പെറ്റൽസും കളറൊക്കെ കാണാനായിട്ട്. അടുത്തതായിട്ട് കാണിക്കുന്നതാണ് നമ്മുടെ താരം. ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയ ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ. ഞാൻ 1-2 തവണ ഇതിനു മുമ്പ് വാങ്ങി വെച്ചിട്ടുള്ളതാണ്, പക്ഷെ അത് പിടിച്ച് കിട്ടിയില്ല. ഭയങ്കര സെൻസിറ്റീവാണ് ഈ ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണേഴ്സൊക്കെ. അപ്പോൾ ഇത്തവണ ഏതായാലും നമുക്ക് ബഡൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഒരു ഗ്രീനും വൈറ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു അടിപൊളി കളർ കോമ്പിനേഷൻ. സൂപ്പർ വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ. ഇത് നമ്മുടെ പിങ്ക് കോറൽ എന്ന വെറൈറ്റിയാണ്. നല്ല കളറാണ് വിരിയുന്ന ദിവസവും. ഇപ്പോൾ ഇത് 2 ദിവസമായി, എന്നാലും നല്ല കളറാണ് ഇതിൻ്റെ ഫ്ലവറിന്. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പിങ്ക് കോറൽ. ഇതാ ഇവിടെയൊക്കെ ബഡുകളുണ്ട്. നല്ല കൂർത്ത ബഡുകളാണ് പിങ്ക് കോറലിൻ്റേത്. ഉണ്ടല്ലേ, നന്നായിട്ട് പൂക്കുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ്. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഗ്രീൻ റൈമാണ്. ഗ്രീൻ റൈമിൻ്റെ ഫ്ലവേഴ്സ് ഒരു 2 ദിവസമൊക്കെ ആയ ഫ്ലവേഴ്സാണ് ഇതൊക്കെ. നല്ലതായിട്ട് മുട്ട വരുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ റൈം. ഇത് നമ്മുടെ വൈറ്റ് അഗിലയുടെ ഫസ്റ്റ് ഫ്ലവറാണ്. പെറ്റൽസൊക്കെ കുറവാണ്. പൊതുവേ നമുക്ക് ഫസ്റ്റ് ഫ്ലവർ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. നല്ല വലിയ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് അഗില. നന്നായിട്ട് പൂക്കും. നല്ല ഇവിടെയൊക്കെ ബഡുകളുണ്ട്. ഈ ലീഫിലൊക്കെ മൊസൈക്ക് രോഗം വന്നിട്ടുണ്ട്. ഇനി മരുന്നും ഒക്കെ അടിക്കണം. ഇങ്ങനത്തെ ലീഫുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കട്ട് ചെയ്ത് കളയും. ഇവിടെയൊക്കെ ഉണ്ട് ബഡുകളുണ്ട്, പക്ഷേ മൊസൈക്ക് രോഗം വന്നിട്ട് ഇതിന് ലീഫൊക്കെ ഒരുമാതിരിയാണുള്ളത്. ഇവിടെ ഒരു പൂവ് വിരിയാനായിട്ട് നിൽക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് വിരിയിച്ചു കൊടുക്കാം. ഇങ്ങനെ സെൻറ്റർ ഭാഗം നന്നായിട്ട് ഓപ്പണായി വന്നതിന് ശേഷമാണ് നമ്മൾ ഫ്ലവർ വിരിയിച്ച് കൊടുക്കേണ്ടത്. അതിന് മുമ്പ് വിരിയിച്ചാൽ പൂക്കളൊരു ഭംഗിയില്ലാതെ ആയിരിക്കും. നമ്മുടെ ലക്ഷ്മിയാണ്. നല്ല ഭംഗിയാണ് ലക്ഷ്മി വിരിയുന്ന ദിവസം. നല്ല പെറ്റൽ കൗണ്ടുള്ള ഒരു അടിപൊളി വെറൈറ്റിയാണ് ലക്ഷ്മി. ധാരാളം പൂക്കൾ തരും. ഇവിടെയും ബഡുണ്ട്. ഈ ഒരു ഫ്ലവർ വിരിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഇതൊരു സൂപ്പർ വെറൈറ്റിയാണ്. നല്ല കളറുള്ള നല്ല വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ലക്ഷ്മി. അടുത്തതായിട്ട് കാണിക്കുന്നത് D1 ആണ്. D1 കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ടിങ് കഴിഞ്ഞതിന് ശേഷം അതേ സെയിം ടബിൽ തന്നെ ഇറക്കി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പൂക്കൾക്കൊന്നും വലിയ വലിപ്പമൊന്നുമില്ല. വേറെ വളങ്ങളൊന്നും വെച്ചെടുക്കൊന്നും ചെയ്തിട്ടില്ല. നല്ലൊരു സൂപ്പർ ബ്ലൂമറാണ് D1. നല്ല കളറാണ് ഫ്ലവറിന്. വിരിയുന്ന ദിവസമൊക്കെ നല്ല കളറാണ്. തേനീച്ചകൾ ഇതാ ധാരാളം തേനീച്ചകൾ വന്നിരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് മൽഹാർ എന്ന വെറൈറ്റിയാണ്. മൽഹാറും നല്ലതായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. എന്നുണ്ടല്ലേ, ഒരുപാട് മുട്ടകളുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ മുട്ടകളുണ്ട്. മൽഹാർ ഇതിപ്പോൾ വിരിഞ്ഞിട്ട് 2 ദിവസമായിട്ടുള്ള ഫ്ലവറാണ്. ഇനിയും വെയിൽ വരുന്നതിനനുസരിച്ച് തനിയെ വിരിയും. ഇത് നല്ല ഭംഗിയാണ് ഇത് ഫസ്റ്റ് ഡേ കാണാനായിട്ട്. നല്ലൊരു റെഡിഷ് കളർ വരുന്നൊരു വെറൈറ്റിയാണ് മൽഹാർ. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലവറാണ്. മെച്ചുവർഡ് ഫ്ലവർ വരുമ്പോൾ ഒന്നുകൂടി വലിയ പൂക്കളായിരിക്കും. അടുത്ത വെറൈറ്റി കുടമുല്ലയാണ്. കുടമുല്ല നല്ലതായിട്ട് പൂക്കുന്നൊരു ചെറിയ പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ പ്ലാന്റ് ഏകദേശം ഡോർമെൻ്റായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പൂക്കളൊക്കെ തീരെ ചെറുതായിട്ടുള്ളത്. ഒരു ബഡ് കൂടി നിൽക്കുന്നുണ്ട്. വേറെ പുതിയ ബഡുകളൊന്നും കാണുന്നില്ല. ട്യൂബേഴ്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അടുത്തതായിട്ട് കാണിക്കുന്നത് നിത്യകല്യാണിയാണ്. നിത്യകല്യാണിയും നല്ലതായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. അത്യാവശ്യം
ഹൈറ്റിലൊക്കെ വന്നിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് നിത്യകല്യാണി. രാവിലെ തേനീച്ചകളൊക്കെ തേൻ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നല്ല വലിയ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഡോർമെൻ്റായി തുടങ്ങി. ഇനി ഒരു ബഡ് കൂടി നിൽക്കുന്നുണ്ട്. ഒരുപാട് പൂക്കൾ കിട്ടിയൊരു വെറൈറ്റിയാണ് നിത്യകല്യാണി. വലിയ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഇത് ഡോർമെൻ്റ് ആവാൻ പോകുന്നത് കൊണ്ടാണ് പൂക്കൾ ഇച്ചിരി വലിപ്പം കുറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യത്തിൽ കിട്ടിയിട്ടുള്ള ഫ്ലവർ വലിയ പൂക്കളായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. കാണുന്നത് നാഗവല്ലി എന്ന വെറൈറ്റിയുടെ ബഡാണ്. ജസ്റ്റ് 4 ലീഫുകൾ മാത്രമാണുള്ളത് നാഗവല്ലിക്ക്. ഉണ്ടല്ലേ, 4 ലീഫ് മാത്രമേ ഉള്ളൂ. ബഡ് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്ലൂമറാണ് നാഗവല്ലി. നമ്മുടെ അടുത്ത വെറൈറ്റി വരുന്നത് നമോ ആണ്. നമോയും വലിയ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. നല്ല ഒരു ഡാർക്ക് റെഡ് കളർ വരുന്നൊരു ഫ്ലവറാണിത്. വലിയ പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് നമോ. നല്ല ട്രോപ്പിക്കലാണ്. നമുക്കിതുവരെ ഇതിൻ്റെ ട്യൂബേഴ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് നാളായിട്ട് വെച്ചിട്ടുള്ളൊരു പ്ലാന്റാണിത്. എപ്പോഴും പൂത്തുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് നമോ. ഇത് അടുത്ത വെറൈറ്റി വരുന്നത് ശോഭയാണ്. ശോഭയുടെ ഫസ്റ്റ് ഫ്ലവറാണിത്. നല്ല പെറ്റൽ കൗണ്ടുള്ളൊരു വെറൈറ്റിയാണ് ശോഭ. ഇനിയും ബഡുണ്ട്. നല്ല ഉരുണ്ട ബഡുകളാണ് ശോഭയുടേത്. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് ശേഷമാണ് ഇവിടെ ബഡ് വന്നിട്ടുള്ളത്. നല്ല ഒരു സൂപ്പർ ബ്ലൂമറാണ് ശോഭ. ഇത് നമ്മുടെ ഗോൾഡൻ സൺസെറ്റാണ്. ഗോൾഡൻ സൺസെറ്റിൽ ധാരാളം പൂക്കൾ കിട്ടിയൊരു വെറൈറ്റിയാണ് ഗോൾഡൻ സൺസെറ്റ്. ഇതിപ്പോൾ ലാസ്റ്റ് ഫ്ലവറാണ്. നല്ല ഓറഞ്ച് കളർ വരുന്നൊരു വെറൈറ്റി തന്നെയാണ് ഗോൾഡൻ സൺസെറ്റ്. ഇത് നമ്മുടെ സൂര്യമുഖിയാണ്. സൂര്യമുഖി റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നിട്ടുള്ള ബഡുകളാണിതൊക്കെ. നമ്മളിതൊക്കെ ട്യൂബർ എടുത്തിട്ട് അതേ സെയിം പോട്ടിൽ തന്നെ ഇറക്കി വെക്കുന്നതാണ്. വേറെ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ഏത് വെറൈറ്റി വാങ്ങി വെച്ച് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ ആയി കിട്ടും. നമ്മുടെ റഷ്യയാണ്. റഷ്യയിൽ ഇത് ഫ്ലോട്ടിംഗ് ലീഫിൽ വന്നിട്ടുള്ള ബഡാണ്. ഒരു ചെറിയ സ്റ്റാൻഡിങ് ലീഫ് വന്നപ്പോൾ ഇവിടെ ബഡുണ്ട്, ഇവിടെയും ബഡുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ ഒരു ബഡുണ്ട്. നല്ലതായിട്ട് ബ്ലൂം ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ഋഷി. കാണുന്നത് പ്രഭ എന്ന വെറൈറ്റിയാണ്. നല്ല പെറ്റൽ കൗണ്ടുള്ള നല്ല കളറുള്ളൊരു വെറൈറ്റിയാണ് പ്രഭ. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇവിടെ ഒരു ബഡുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളതാണ്. നല്ലൊരു സൂപ്പർ വെറൈറ്റിയാണ്. ഈ കാണുന്നത് റിലാക്സിങ് സൺസെറ്റ് എന്ന വെറൈറ്റിയുടെ ബഡുകളാണ്. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് റിലാക്സിങ് സൺസെറ്റ്. നല്ല പെറ്റൽ കൗണ്ടുള്ള ഒരു വെറൈറ്റിയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു വൈറ്റ് കളർ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് S1 ആണോ എന്താണെന്നുള്ളത് കറക്റ്റ് ഐഡിയ അറിയില്ല. ഞാൻ ഫ്ലവർ പേര് എഴുതി വെച്ചിട്ടുണ്ടായില്ല. ഒരുപാട് മുട്ടുകളൊക്കെ വരുന്നുണ്ട്. ഉണ്ടല്ലേ, ഇവിടെയൊക്കെ കുറേ പൂക്കൾ കഴിഞ്ഞു പോയതാണ്. മുട്ടുകൾ വരുന്നുണ്ട്. ഐഡിയ എഴുതി വെക്കാത്തത് കൊണ്ട് തന്നെ ഇത് കറക്റ്റ് ഏത് വെറൈറ്റിയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്മുടെ റോസ് ഏഞ്ചൽസ് എന്നൊരു വെറൈറ്റിയാണ്. മൈക്രോ ആണ്. ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ ബഡുകളുണ്ട്. കുഞ്ഞൻ പൂക്കൾ തരുന്നൊരു താമരയാണ് റോസ് ഏഞ്ചൽസ്. അടുത്തതായിട്ട് കാണിക്കുന്നത് പൾസ് ഫീലിംഗ് എന്നൊരു വെറൈറ്റിയാണ്. ധാരാളം പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് പൾസ് ഫീലിംഗ്. ഒരു റെയർ കളറാണ് ഇത് വിരിയുന്ന ദിവസം. ഇപ്പോൾ വിരിഞ്ഞിട്ട് 2 ദിവസമായിട്ടുള്ള ഫ്ലവറാണ്. ഇവിടെയും ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനിയും ബഡുകളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി ബ്ലൂമറാണ് പൾസ് ഫീലിംഗ്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് യെല്ലോ ഫ്ലെയിം എന്നൊരു വെറൈറ്റിയാണ്. യെല്ലോ ഫ്ലെയിം നല്ലൊരു ബ്ലൂമറാണ്. എല്ലാ ലീഫിൻ്റെ കൂടെയും ബഡുകൾ വരുന്നൊരു വെറൈറ്റിയാണ്. ഇതുണ്ടല്ലേ, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. വരുന്ന എല്ലാ ലീഫിൻ്റെ കൂടെയും ബഡ് വരുന്നൊരു വെറൈറ്റിയാണ് യെല്ലോ ഫ്ലെയിം. ഇത് നമ്മുടെ ലിൻ ട്രാക്ക് എന്ന വെറൈറ്റിയാണ്. ലിൻ ട്രാക്ക് ഇതിപ്പോൾ 2ാമത്തെ ദിവസത്തെ ഫ്ലവറാണിത്. ഫ്ലവർ വിരിയാനുണ്ട്.
തനിയെ വരുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ട്രാക്ക്. അടുത്തതായിട്ട് കാണിക്കുന്നത് EOS എന്നൊരു പുതിയൊരു മൈക്രോ വെറൈറ്റിയാണ്. ഇമ്പോർട്ടഡ് ആണെങ്കിലും നമ്മുടെ കാലാവസ്ഥയിൽ ധാരാളം പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് EOS. നല്ല ഒരുപാട് പൂക്കൾ കിട്ടിയൊരു വെറൈറ്റിയാണ്. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഒരുപാട് വെറൈറ്റീസിലൊക്കെ ബഡൊക്കെ വരുന്നുണ്ട്. ബഡുകളൊക്കെ കുറച്ച് വലിപ്പമൊക്കെ ആയിട്ട് പൂക്കളോ ഒക്കെ വിരിയുമ്പോൾ ഒക്കെ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.